നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴ ക്രൂവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചില സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഫിഷ് ടാങ്ക് പൊട്ടുന്നത് അല്ലെങ്കിൽ ബൗള്, അതൊക്കെ ഇങ്ങനെ പൊട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമയില് പ്രഗത്ഭരായിട്ടുള്ള ചെന്നൈയിൽ നിന്നുള്ള ആൾക്കാരാണ് അത് പൊട്ടിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന ആൾക്കാരെ മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ ഓരോ വീഡിയോകളും ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ ഫിഷ് ടാങ്ക്, അതായത് നമ്മൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്തേക്ക് ഫിഷ് ടാങ്ക് പോലെ നമുക്ക് കാണിക്കണം. അപ്പൊ കട്ടിയുള്ള ഒരു ഫിഷ് ടാങ്ക് ഒരു കാരണവശാലും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യരുത്. നമ്മൾ എപ്പോഴും അത് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് ബൗള് പോലുള്ള, എന്നാൽ അതിനകത്ത് ഫിഷൊക്കെ മീനൊക്കെ കിടക്കുന്ന സമയത്തേക്ക് നോർമലി അതിനൊരു മൂഡ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉള്ളതായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. നമുക്ക് വേണമെങ്കിൽ എയർ ഗൺ വെച്ചിട്ടൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. ആ എയർ ഗൺ ഇപ്പൊ മേടിക്കാനെ കൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് ഇപ്പൊ 6000-7000 രൂപ വരും ഒരു എയർ ഗണ്ണിന്. അപ്പൊ നമുക്കത് മേടിക്കാനെ കൊണ്ട് സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അഭിമാനത്തോടെ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇത് ബൗളാണ്. ഈ ബൗള് ഏകദേശം ഒരു 150 രൂപ ആ റേഞ്ച് വരുന്നതാണ്. നമ്മള് സേതുവിന്റെ ഓഫീസിലാണ് നമ്മളിപ്പോ ഷൂട്ട് ചെയ്തത്. ഓച്ചിറ ഭാഗത്തായിട്ടാണ് സേതുവിന്റെ വീട്. അപ്പൊ നമ്മൾ എറണാകുളത്ത് നിന്ന് വരുന്ന വഴിക്ക് ആലപ്പുഴയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സംഭവം വാങ്ങിച്ചത്. ബോള്, മീന്, പിന്നെ അതേപോലെ ഇതിനകത്തിരാൻ കൊണ്ട് കല്ലുകള്, പിന്നെ അതേപോലെ തന്നെ മീന് നമ്മൾ ഒന്നും സംഭവിച്ചിട്ടില്ല. മീന് നമ്മൾ ഷോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അതേപോലെ തന്നെ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനെ ഒരു തെറ്റാലി. നോർമലി ഇങ്ങനെയുള്ള ബൗള് പൊട്ടിക്കുന്നത് എയർ ഗൺ വെച്ചിട്ടാണ്. എയർ ഗൺ ഒന്നും നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ ഈ പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന കലാകാരന് എയർ ഗൺ കാണത്തില്ല, അല്ലേ? കാണുന്നില്ല. അതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തെറ്റാലി വെച്ചിട്ടാണ് ഇത് അടിച്ചു പൊട്ടിച്ചിരിക്കുന്നത്. സേതു ഇവിടെ അഭിനയിക്കുന്ന സമയത്തേക്ക് നമ്മൾ ഓപ്പോസിറ്റ്, നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ നിന്നിട്ടാണ് നമ്മൾ അടിച്ചത്. അടിക്കുമ്പോ ഇത് പൊട്ടും. ഇത് ശരിക്കും പറഞ്ഞാല് മൊത്തത്തിൽ ഇത് പൊട്ടിത്തെറിക്കേണ്ടത്. പക്ഷെ സേതുവിന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ അവിടെ മാത്രമേ പൊട്ടിച്ചുള്ളൂ. കണ്ണ് സൂക്ഷിക്കണം കേട്ടോ, എല്ലാം കണ്ണു അത്ര അടുത്താകുമ്പോഴേ ചില്ലൊക്കെ തെറിച്ചു വന്നിട്ട് നമ്മുടെ കണ്ണൊക്കെ നമ്മള് സൂക്ഷിക്കണം. ആ ടൈമിന് നമ്മൾ മാറണം, ഇല്ലെന്നുണ്ടെങ്കിൽ അതെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അവിടെ നിന്ന് ആ ഗണ്ണ് എയിം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പൊട്ടിക്കുന്നത് ഈ തെറ്റാലി വെച്ചിട്ടാണ് പൊട്ടിച്ചേക്കുന്നത്. ഇത് ഗണ്ണ് നമ്മുടെ എപ്പിസോഡുകളിൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഈ ഗണ്ണിനെ കുറിച്ച്. അപ്പൊ ഈ ഗണ്ണാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മള് ആ ഷൂട്ട് ചെയ്ത രീതി, സേതു ആ ടേബിള് എടുത്തിട്ട് ഫോർഗ്രൗണ്ടിലായിട്ട് ബൗള് വെച്ചിട്ട് സേതുവിന്റെ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മള് ജോബിന് ഒരു സൈഡിൽ നിന്നും ബാക്ക് ഷോട്ടില് ജോബിന് എൻട്രി ആകുന്ന ഷൂട്ട് ചെയ്തിട്ട് ജോബിന്റെ മാത്രം ക്ലോസുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബൗള് പൊട്ടിക്കുന്ന ആ ഒരു സീക്വൻസിലേക്ക് വന്നത്. ആ ബൗള് പൊട്ടിക്കുന്ന സമയത്തേക്ക് ജോബിൻ ഒരൊറ്റ ഷോട്ടിലാണ് ബാക്കിൽ നിൽക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ജോബിനടക്കം എല്ലാവരും ചേർന്നിട്ടാണ് അതിന്റെ ക്യാമറ ഒക്കെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ അത്തരത്തിൽ ഇത് എഡിറ്റ് ചെയ്ത്, ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്നതിന്റെ ഇത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഇത്തരത്തിൽ മനോഹരമായ രീതിയിൽ ആ വിഷ്വൽ കൊണ്ടുവരുന്നതിന്റെ ഏറ്റവും വലിയ കഴിവ് അത് ജോബിന് മാത്രം അവകാശപ്പെട്ടതാണ്.
ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇത് ചെലവ് ചുരുക്കി ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന കലാകാരന് ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെയാണിത്. അപ്പൊ പലർക്കും ഒരു എന്താ പറയാ എഫക്ട്സുകൾ ചെയ്യാനെ കൊണ്ട് പലർക്കും വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോ ഒരു ചെറിയ ബഡ്ജറ്റിൽ നമ്മൾ എല്ലാ എപ്പിസോഡിലും ഞാൻ പറയുന്നതാണ്, ചെറിയ ബഡ്ജറ്റിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന കലാകാരൻ ഇത്തരത്തിലുള്ള എഫക്ട്സുകൾ ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ചെയ്യാം എന്നുള്ളത് മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന കമന്റുകൾ, ആ കമന്റ് ബോക്സിൽ വരുന്ന കമന്റുകൾ തന്നെയാണ് ഞാൻ ഓരോ എപ്പിസോഡുകളും ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിഷ് ടാങ്ക് പൊട്ടുന്നത് എങ്ങനെയാണ്, വെടിവെക്കുമ്പോൾ എങ്ങനെയാണ് ഫിഷ് ടാങ്ക് പൊട്ടുന്നത് എന്നുള്ളതൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ എല്ലാം ഉത്തരമാണ് ഞാൻ ഇപ്പോൾ തന്നിരിക്കുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള എപ്പിസോഡുകൾ ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത്. അപ്പൊ പുതിയൊരു എപ്പിസോഡുമായി കാണുമ്പോഴേക്കും